ഇന്നത്തെ പരിപാടി പാറയുടെ മുകളിൽ പോയി ചെമ്പൂട്ടനെ സൺസെറ്റ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൺസെറ്റ് കണ്ടു കഴിയുമ്പോൾ അവൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇതുവരെ അവനെ ദൂരേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ പറമ്പിലൊക്കെ തന്നെയാണ് അവൻ്റെ കളി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടത്തിക്കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്, ബട്ട് അവൻ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സമയം അധികം കളയണ്ടെന്ന് കരുതി ഞാൻ അവനെ തൂക്കിയെടുത്ത് പാറയുടെ താഴെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുറച്ച് നേരം നിന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ പതിയെ ആൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ മെയിൻ പോളിസി എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കുക, കൂടുതൽ നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവസാനം പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. പതിയാണെങ്കിലും താഴ്ന്ന് മുകളിലേക്ക് അവൻ കയറിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായതുകൊണ്ട് ചുറ്റുപാട് നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ എവിടെയപ്പാ നിൽക്കണമെന്നുള്ള രീതിയിലാണ് അവൻ്റെ നോട്ടം. പിന്നെ ചുറ്റും നടന്ന് നിരീക്ഷണത്തിന് ശേഷം ഇരുന്നും നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് വരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റിന് ഇനിയും സമയമുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, നമ്മുടെ പിള്ളേരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പാറയുടെ മുകളിൽ സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടു കേട്ടോ. അവനാണെങ്കിൽ ഓരോ റൗണ്ട് പാറയുടെ ചുറ്റും ഓടും. പിന്നെ നേരെ എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് തലോടി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. പിന്നെ വീണ്ടും ഒരു റൗണ്ട് ഓടും. ഇത് എൻ്റെ അടുത്ത് മാത്രമല്ല, ഇത് അവരുടെ അടുത്തും പോയി കളിക്കുന്നുണ്ടായിരുന്നു. അവരും വാലിലും തലയിലൊക്കെ തലോടി കൊടുക്കുകയും ചീവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഇത് തന്നെയായിരുന്നു അവൻ്റെ കളി. കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചിട്ടാണ് തോന്നുന്നു അവിടെ എൻ്റെ മുമ്പിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ചെമ്പൂട്ടൻ അധികം പരിചയമില്ലാത്തവരുടെ അടുത്തൊന്നും പെട്ടെന്ന് മിങ്കിളാവൂല. എന്നാൽ നന്നായി അറിയാവുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും പിന്നെ അവരുടെ കൂടെ തന്നെയായിരിക്കും കളിയൊക്കെ. അവനെ മാക്സിമം ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിലോ അത് കിടന്നിട്ടാണ് ആസ്വദിച്ചു കൊണ്ടിരുന്നത്. വെറുതെ കിടക്കുകയല്ല, പാട്ടൊക്കെ കേട്ട് വാലൊക്കെ ആട്ടിയിട്ടാണ് അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ സൂര്യൻ ഇപ്പോൾ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ ഒന്നുമില്ല, നേരെ ഒരു സൈഡ് പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ ആ അസ്തമിച്ച ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് അവൻ്റെ ഇരിപ്പ് എന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് അവൻ ഇത്രയും നേരം കാമായിട്ട് ഇരിക്കുന്നത് കാണുന്നത്. എനിക്ക് തോന്നുന്നു അവനിവിടെ നന്നായി ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, കാരണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞാൽ വഴിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. അവനാണെങ്കിൽ ഇവിടുന്ന് അനങ്ങണ മട്ടൊന്നും കാണാനില്ല. അവന് നന്നായി ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.